കോതമംഗലം പുളിന്താനം സെയിന്റ് ജോൺസ് ബെസ്ഫാഗെ യാക്കോബായ പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാനായില്ല. വിശ്വാസികളുമായി തഹസീൽദാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. പോലീസ് മടങ്ങിപ്പോവുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് എബിൻ ജോസ് ആണ്. എബിൻ, ഹൈക്കോടതി പോലും ചോദിച്ചതാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായിട്ട് എന്തുകൊണ്ട് സർക്കാരിന് അത് നടപ്പാക്കാനാകുന്നില്ല, ഇത്തരത്തിലുള്ള പല പ്രതിഷേധ മാർഗങ്ങളൊക്കെ ഒഴിവാക്കി അത് ചെയ്യാമല്ലോ എന്ന്. ആ ചോദ്യം നിലനിൽക്കെയാണ് ഇവിടെയും ആ ഒരു ശ്രമം പരാജയപ്പെടുന്നത്, അല്ലേ? തീർച്ചയായും ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറണമെന്നുള്ളത്. പക്ഷേ മുൻപ് പലതവണ ശ്രമിച്ചപ്പോഴും വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയരുകയും പിന്നീട് അത് മാറ്റിവെക്കുകയുമായിരുന്നു. ഈ ഇന്ന് ഇപ്പോൾ പോലീസ് എത്തി ഇത്തരത്തിൽ കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. വിശ്വാസികളുമായി അനുരഞ്ജന ചർച്ചകൾ നടത്തിയെങ്കിലും അവർ പ്രതിഷേധം ശക്തമാക്കിയതോടെ ഒടുവിൽ തഹസീൽദാരും പോലീസും മടങ്ങി പോവുകയായിരുന്നു. ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, ബലം പ്രയോഗിച്ച് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളപ്പോൾ അവരെ ബലം പ്രയോഗിച്ച് മാറ്റി കോടതി വിധി നടപ്പിലാക്കേണ്ട, അനുരഞ്ജന ചർച്ചയിലൂടെ കോടതി വിധി നടപ്പിലാക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ അനുരഞ്ജന ചർച്ചയും ഫലം കണ്ടില്ല. ശക്തമായ പ്രതിഷേധമാണ് യാക്കോബായ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. കാരണം അവർ പരമ്പരാഗതമായി ആരാധന നടത്തിവരുന്ന പള്ളിയാണ്, അതുകൊണ്ട് വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടാണ് ഉന്നയിച്ചത്. ഏതായാലും ഈ വരുന്ന തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എബിൻ ജോസാണ്.